ഫ്രണ്ട്സ് ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു. വാവച്ചി വന്നിട്ടില്ല. വാവച്ചിക്ക് SPCയുടെ ക്യാമ്പുണ്ട്. പിന്നെ ബിജാഷേട്ടന് പണിയുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച വരെ ക്യാമ്പുണ്ട്. അപ്പോൾ വാവച്ചീനെ ബസ്സൊക്കെ കയറ്റി കൊടുത്തിട്ട് നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. വരുമ്പോൾ അനിയനും മണിക്കുട്ടനും കൂടി പൂക്കളൊക്കെ ഇടുന്നുണ്ട്. എന്നിട്ട് നേരെ ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മ കുഴിമന്തി തലേദിവസം തന്നെ അനിയൻ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആവി കയറ്റാനായിട്ട് വെച്ചു. പിന്നെ ചായയൊക്കെ വെച്ചിട്ട് അമ്മ ആറ്റിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ എന്താ നേരം വൈകിയോ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇന്ന് ആർക്കും പോകണ്ടല്ലോ, അപ്പോൾ കുറച്ച് വൈകി എണീക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞപ്പോൾ ഞാൻ ചായ ഒന്നും കൂടിയൊക്കെ ആറ്റിയിട്ട് ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചു. അതിന് ശേഷം അച്ഛനും അമ്മയൊക്കെ ചായ കുടിച്ചതിന് ശേഷം പുറത്തേക്ക് കടയിലേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കടയിലേക്ക് പോകാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ലോണൊക്കെ അല്ല, അപ്പോൾ ജനലകളും വാതിലൊക്കെ തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഇന്ന് എനിക്ക് ജോലിയില്ലല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചയൊക്കെ തിരിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല. കുഴിമന്തി ഇന്നലത്തെയുള്ള കാരണം അതെല്ലാവരും കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് വീടിൻ്റെ ഇവിടെ അടുത്ത് തന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനും മണിക്കുട്ടനും പോയി. അപ്പം അങ്ങനെ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പം അമ്മ ചിക്കൻ കറി വെക്കുക, അപ്പം നിനക്ക് പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ വേഗം ചിക്കൻ കറിയൊക്കെ വെക്കാനായിട്ട് നോക്കുകയാണ്. അപ്പം അമ്മ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നാറില്ല. എനിക്ക് അമ്മയും ചേച്ചിയൊക്കെ വെച്ച് തരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവർ നന്നായിട്ട് വെക്കും. അപ്പം അങ്ങനെ അമ്മ അതൊക്കെ തിരുമ്പിയതിന് ശേഷം അതൊക്കെ അവിടെ മാറ്റി വെച്ചു. അതിന് ശേഷം അമ്മ സബോള വാട്ടാനും അതിനൊക്കെ നോക്കി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഞാൻ കല്യാണത്തിനൊക്കെ പോയി വരുമ്പോഴേക്കും അമ്മ എനിക്ക് അച്ചാറൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വിജയശേട്ടൻ പോയിട്ട് കിറ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ എന്തൊക്കെയുണ്ട് നോക്കിയാലോ. പായസം തന്നെ ഉണ്ടാക്കാം. പൊടി, പഞ്ചസാര, ചായല, ഉണക്കപ്പയർ, പരിപ്പ്, പായസപ്പരിപ്പ്, വണ്ടിയിലെ വിളിച്ചോണ്ടിരിക്കുന്നത്, സാമ്പാർ പൗഡർ, അണ്ടിപ്പരിപ്പ്, മഞ്ഞൾപ്പൊടി, അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അല്ലാതെ ഞാൻ പുറത്തേക്കൊക്കെ വെച്ചു. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ വിജയശേട്ടൻ പറഞ്ഞു വെളിച്ചെണ്ണ ഞാൻ വണ്ടിയുടെ സീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരുവിധം കുഴപ്പമില്ലാത്തൊരു കിറ്റായിരുന്നു. റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണ്. മഞ്ഞപ്പാസിന് ഞങ്ങൾക്ക് മഞ്ഞപ്പാസുകാർക്ക് പെട്ടെന്ന് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പം അങ്ങനെ അതിന് ശേഷം ചിക്കൻ കറിയൊക്കെ ആയതിന് ശേഷം ചിക്കൻ കറി അച്ചാറൊക്കെ ആയി. പിന്നെ കുറച്ച് കുഴിമന്തി വാവച്ചിക്ക് തന്നയച്ചു. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് പാർലിക്കാട് എത്തിയപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.